ADHD ഉള്ള കുട്ടിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കുട്ടീനെ നോക്കണ്ട അമ്മേനെ നോക്കിയാൽ മതി എന്ന്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഹേനയാണ് ADHD കുട്ടികളിലും പ്രായമുള്ളവരിലും എങ്ങനെ ഏത് രീതിയിൽ അവരെ അത് ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ സ്വന്തം ജീവിതത്തിലെ അനുഭവമാണ് ഹേന നമ്മളോടിപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം, കാരണം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഓക്കെ, എന്താണ് ADHD എന്ന് പറഞ്ഞാൽ ഇപ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ഇത്തരം ADHD ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് പ്രൈമറി ആയിട്ടുള്ള അവരെ നമുക്ക് ആദ്യം തിരിച്ചറിയാനുള്ള ഒരു മാർഗം. അതായത് ഇങ്ങനെ ഒരു ശരിക്കും ADHD ടിപ്പിക്കൽ ADHD എന്ന് പറഞ്ഞാൽ റൂമിലേക്കൊക്കെ കയറി വന്ന ഒരു ടൊർണാഡോ പോലെ ആയിരിക്കും, അവിടെ മൊത്തം ഒരു ബഹളമായിരിക്കും, അവരെ കൺട്രോൾ ചെയ്യാൻ വലിയ പാടാണ്, ഇവരുടെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഹൈയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുക. ഇപ്പം റോഡ് കാണുമ്പോൾ റോഡിൽ നിന്നൊക്കെ സാധാരണ ആളുകളാണെങ്കിൽ അപകടം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് റോഡ് ക്രോസ് ചെയ്യുക. കുട്ടികൾ അങ്ങനെയല്ല, ഒരൊറ്റ ഓട്ടാണ്, അവർക്ക് അപ്പോഴെന്താണോ തോന്നുന്നത് അത് എടുത്തു ചാടി അങ്ങ് ചെയ്യുന്ന. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പത്തിൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇമ്പൾസീവ് ആയിരിക്കും, സ്വാഭാവികമായിട്ടൊരു ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. പക്ഷേ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ബഹളത്തിനപ്പുറത്തേക്ക് തീരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത, കുട്ടിക്ക് തന്നെ അപകടം ഉണ്ടാകുന്ന തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന തരത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉള്ള കുട്ടികൾ. അതുപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധ ഉണ്ടാവില്ല, ഒരു കാര്യവും ശ്രദ്ധിക്കില്ല, അവരുടെ കയ്യിലിരിക്കുന്നത് എന്താണെന്നൊന്നും ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ബഹളമായിരിക്കും. ഒരു ആ കുട്ടികളെ മാനേജ് ചെയ്യാൻ ശരിക്കും ഞങ്ങൾ ഈ തെറാപ്പിസ്റ്റിൻ്റെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ADHD ഉള്ള കുട്ടിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുട്ടീനെ നോക്കണ്ട അമ്മേനെ നോക്കിയാൽ മതി എന്ന്. കാരണം അമ്മ അത്രയും സ്ട്രെസ്ഫുള്ളായിരിക്കും, ഇവർക്ക് ഈ കുട്ടീനെ മാനേജ് ചെയ്യാൻ വലിയ പാടായിരിക്കും. ഇപ്പം ഞാൻ ADHD ഫീച്ചേഴ്സ് ഉണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ. ഞാനത് പറയാൻ കാര്യം ഞാൻ ഡയഗ്നോസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ADHD ഉള്ള ഒരാളാണെന്ന് പറയാത്തത്. കാരണം അന്നത്തെ കാലത്ത് അത് ഡയഗ്നോസിസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിലും നമ്മളൊരു അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കുറഞ്ഞു വരും. പക്ഷേ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്ന ചില കഥകളുണ്ട്. ഒരു ദിവസം അന്ന് ഞങ്ങൾക്ക് കുറേ പാടമൊക്കെ ഉണ്ട്. അപ്പം പാടത്തുനിന്ന് അമ്മ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് അവധി ദിവസങ്ങളിലൊക്കെ നാട്ടിലുള്ള കുറേ കൂട്ടുകാരൊക്കെ കൂടി പറമ്പിക്കിടയൊക്കെ ഇങ്ങനെ മരത്തിലൊക്കെ കയറി നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും മരത്തിൽ കയറാൻ പറഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞാലും ഏറ്റവും ആദ്യം ചാടി പുറപ്പെടുന്ന ആൾ ഞാനാണ്. ഒരു ദിവസം അമ്മ പറഞ്ഞൊരു കാര്യമാണ്, അമ്മ തിരിച്ച് പാടത്ത് കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ചായയൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന വഴി വീടിൻ്റെ മുറ്റത്തൊരു വലിയ ജാതിമരമുണ്ട്, ഇങ്ങനെ ക്രിസ്മസ് ട്രീ പോലെ ഉള്ളൊരു ജാതിമരം, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് ഇതിൻ്റെ തുമ്പത്തിരുന്ന് എന്തോ അനക്കം കേട്ടപ്പോഴാണ് അമ്മ ദൂരെ നിന്ന് അത് കാണുന്നത്. അടുത്ത് വന്നപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഞാൻ ഇതിൻ്റെ മുകളിലിരിക്കുക, അതിൻ്റെ ഏറ്റവും ലീനായിട്ടുള്ള കൊമ്പിലിരുന്ന് ഇങ്ങനെ ആടുകയാണ്. ജാതിക്ക പറിക്കാൻ കയറിയതാണ്, കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ജാതിക്ക വേണമെന്ന് പറഞ്ഞു, ഓക്കെ ഞാൻ കയറാമെന്ന് പറഞ്ഞ് കയറി. അപ്പോൾ അമ്മ വേഗം, എൻ്റെ സിസ്റ്റർ ഒരു വളരെ അടക്കം ഒതുക്കമുള്ളൊരു കുട്ടിയാണ്, അപ്പോൾ അവളെ ദൂരേന്ന് ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ചു, മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ വരുന്നു എന്ന് പറ അവളോട്, വേഗം ഇറങ്ങാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ അവൾ വന്ന് വിളിച്ചു പറഞ്ഞു, എടി അമ്മ വരാറായി വേഗം ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി താഴെ ഇറങ്ങിയ പാടെ എന്നെ പിടിച്ച് അമ്മ ഭയങ്കരമായിട്ട് അടിച്ചു. പക്ഷേ അമ്മ പറയുന്ന ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു ടെൻഷനുണ്ട്, ഇതിൻ്റെ മേളിൽ നിന്നെങ്ങാനും വീഴുമോ, എന്തെങ്കിലും പറ്റുമോ, ഇനി അമ്മയെ കണ്ടിട്ട് പെട്ടെന്ന് ഉള്ള പേടിയിൽ ഊർന്നിറങ്ങി വല്ല അപകടവും പറ്റുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ADHD ആയിട്ടുള്ള കുട്ടികളെ പ്രോപ്പറായിട്ട് ഇൻ്റർവെൻഷൻ കൊടുത്തില്ലെങ്കിൽ അവർ പിന്നീടുള്ള ജീവിതത്തിൽ കരിയറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ വരുമ്പോൾ ഇവർ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ഏർലി തന്നെ ഇത്തരത്തിലുള്ള ട്രെയ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്സും സപ്പോർട്ടും കൊടുക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ആ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതായത് അവരുടെ കപ്പാസിറ്റിയുടെ മാക്സിമം പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ്.